മനുഷ്യൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് കാലത്താണ് സംഭവം ഉണ്ടായത്. ആത്മഹത്യക്ക് ശ്രമിച്ച് ചേച്ചിയുടെ ഭർത്താവ് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ രേണുസുതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് പെട്ടിയിലടക്കേണ്ട സമയമായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചു തന്നെയാണ് ഇതിൻ്റെ കാരണം. ഒന്നുമില്ലെങ്കിലും രണ്ടാനമ്മയായാലും അമ്മയല്ലേ, എത്ര വയസ്സ് വരെ അവനെ നോക്കിയിട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു രോഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടുണ്ട്. സമയം സന്ദർഭമൊക്കെ നോക്കി വേണ്ടേ ഓരോരുത്തരെ കുറ്റപ്പെടുത്താനും നല്ലത് പറയാനും. ഈ രേണുസുതിക്ക് കിട്ടിയ ഒരുപാട് പൈസ അവൻ കൊടുത്തിട്ടുമുണ്ട്, അവൻ മേടിച്ചിട്ടുമുണ്ട്, അത് ചിലവാക്കിയിട്ടുമുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് അവനൊരു 4 കാശ് കിട്ടിയപ്പോൾ എൻ്റെ അമ്മ സബ്സ്ക്രൈബേഷൻ തുടങ്ങിയിരിക്കുന്നു, അതിനി പ്രതപ്പം കണ്ട എന്താവും, മോശമല്ലേ? എന്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തോരം ആൾക്കാർ ചെയ്യുന്നു. മുമ്പ് തന്നെ രേണുവിനെ ആ ഒരു കണ്ണോണ്ട് കൂടിയിട്ട് ഒരാളും കണ്ടിട്ടില്ല. അതൊരു കിരിക്കാൻ പെട്ടി പോലെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്ന ഒരു പെൺകുട്ടി, ഒരു വിധവ, 10 രൂപ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് എല്ലാവരും കണ്ടുപോകണത്. 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ കഴിച്ച് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണുവിൻ്റെ വേറൊരു കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരല്ല അതവർക്ക് രേണുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവരതിൽ പൈസ കൊടുത്ത് കയറി കാണുന്നത്. അത് ഇവനും മനസ്സിലായില്ല. ഇവൻ കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിൻ്റെ പ്രേരണ കുറ്റം അവൻ്റെ പേരിൽ ചേർക്കണം, അല്ലെങ്കിൽ രേണുവിൻ്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കും. എന്തായാലും ഇപ്പോൾ ഇന്ന് ആശുപത്രിയിലായത് ക്യാൻസറുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു സംഭവം ഉണ്ടായതാണ്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴാണ് അറിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതെന്തായാലും വലിയ കഷ്ടമായി. പെട്ടെന്ന് അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഏത് ഗംഗയിൽ കുളിച്ചാലാണ് നിനക്ക് ആ പാപം തീരുക? നമ്മൾ രേണുവിനെ കണ്ടുനോക്കുന്നത് നമ്മുടെ ഒരു അനീതിയായിട്ടാണ്. രേണു എന്ത് ചെയ്താലും നമുക്കതൊരു സന്തോഷമാണ്. രേണുവിൻ്റെ സംസാരം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. രേണുവിൻ്റെ ആ കോപ്രായത്തരങ്ങൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്, ഒരു കിൽക്കാൻ പറ്റിയത പോലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കാണും. പക്ഷേ ഒരിക്കലും ഒരു മകൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രേണു പറഞ്ഞെന്താണ്, എൻ്റെ കയ്യിൽ അവൻ്റെ വലിയൊരു രഹസ്യമുണ്ട്, ആ രഹസ്യമാണ് പുറത്തറിഞ്ഞാൽ നിൻ്റെ ഭാവിനെ വരെ ബാധിക്കുന്ന പറഞ്ഞത്. എന്നിട്ട് പോലും ആ രഹസ്യം എന്താണെന്ന് പറഞ്ഞില്ല. അതെന്തും ആവട്ടെ. അപ്പോൾ ഇവൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം സന്ദർഭം നോക്കാണ്ട് ഓരോ മനുഷ്യനെ കുറ്റപ്പെടുത്തിയാൽ ആ മനുഷ്യന് ഒരു സമയത്ത് എന്ത് തോന്നും, എങ്ങനെയൊക്കെ ജീവിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ. ഇങ്ങനെ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ക്യാൻസറിൽ നിന്ന് റിക്കവറായിട്ട് വരില്ല. നമുക്ക് ടെൻഷൻ ഉണ്ടായിട്ടാണ് പല ആൾക്കാർക്കും ക്യാൻസർ വരുന്നത് തന്നെ. അപ്പോൾ ക്യാൻസർ വന്നിട്ട് ഇതുപോലെ കീമോ ചെയ്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ ഓരോ കമൻറ്റിൽ കൂടെ തെറി പറയുന്നുണ്ട്. അതൊരു വഴിക്ക്. പക്ഷെ അതൊക്കെ സഹിക്കും, അതൊക്കെ കവർ ചെയ്യും. പക്ഷേ സ്വന്തം മകനല്ലെങ്കിലും മകനെപ്പോലെ വളർത്തിയ അവൻ ഇങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ, ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇടുമ്പോൾ അവന് പൈസ കിട്ടണം. അതിനിപ്പോൾ രണ്ടാനമ്മേനെ എന്തൊക്കെ പറഞ്ഞിട്ടാലും അവന് അത് ഭയങ്കര പൈസ കിട്ടണം. പൈസയ്ക്ക് വേണ്ടി മാത്രം അവൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ ഈ രേണുവിൻ്റെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും, എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണോ ഋതപ്പനും കൂടി വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തൂങ്ങിച്ചാവാൻ തീരുമാനിച്ചത്? ഭയങ്കര തെറ്റാക്കി ചെന്ന് ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു ഇതിലാണ് പറയണത്. നീ എന്തൊക്കെയുണ്ടെങ്കിലും നിൻ്റെ അമ്മയാണ്. നിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ നിൻ്റെ ശ്രുതി കല്യാണം കഴിച്ച് നീയും കൂടി സമ്മതിച്ച് കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണത്. ആ സ്ത്രീനെ നിൻ്റെ അച്ഛൻ മരിച്ചെങ്കിലും സ്വന്തം അമ്മേനെ പോലെ കണ്ട് കൂടെ നിൽക്കേണ്ടതാണ്. അത് നിൽക്കണോ നീ ചെയ്തില്ല. പലരെയും വാക്ക് കേട്ട്, കൂട്ടുകാരെ വാക്ക് കേട്ട് നീ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ഈ ക്യാൻസറായി കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് ഇത്രയും അപവാദം പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇനി ആ സ്ത്രീ എന്ത് ചെയ്യും? മരിക്കല്ലാണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്വം 100% നിനക്ക് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.